ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് നട്ട്സോ ഫ്രൂട്ട്സോ അങ്ങനെ ഒരുപാട് അളവിലൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ഒന്നും അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ വിശപ്പറിയാണ്ടിരിക്കാൻ ഇതിലൊരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയത്തേക്ക് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാടങ്ങ് കറുത്ത് പോയ പൂവൻ പഴമാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതുപോലെ കറുത്ത് പോയ പഴം ഉണ്ടെങ്കിൽ അങ്ങ് വേസ്റ്റാക്കി കളയാണ്ട് നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 5-8 പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പാത്രത്തിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു ഫോർക്ക് വെച്ചിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്. ഇതുപോലെ ഉടച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഞാൻ ഉടച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് ഉടച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇത്. എന്നാലും നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പഞ്ചസാര ചേർക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ശർക്കര പൊടി ചേർക്കാം. ഞാനിവിടെ ശർക്കര പൊടി ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ പഴമായിട്ട് മിക്സ് ആകുമ്പോൾ കുറച്ചൊന്ന് ലൂസാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ നല്ല ഫാറ്റുള്ള, അതായത് നല്ല കൊഴുപ്പുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കണേ, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ പാലും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ ഈ ഒരു പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒരുപാട് നമ്മൾ ആപ്പിള്, മുന്തിരി, പൊമഗ്രാനേറ്റൊക്കെ ചേർക്കുന്നില്ല, അതൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി അത് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു അടികട്ടിയുള്ള പാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് എത്രത്തോളം അളവിലെടുക്കണോ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ അങ്ങ് എടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കരിഞ്ഞു പോവാണ്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഞാൻ മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്ക മുന്തിരിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ തന്നെ ബദാം, പിസ്ത ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ എല്ലാ സമയത്തും നമ്മളെ വീട്ടിലുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഈ ഒരു മുന്തിരിയും എന്തായാലും അണ്ടിപ്പരിപ്പും നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചേർത്തത്. പിന്നെ അത് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് അവിലാണ്. അവിൽ മട്ട അരിൻ്റെ ഇതുപോലുള്ള അവിൽ തന്നെ എടുക്കണേ. അപ്പോൾ നേരിയ വെള്ള അവിലൊക്കെ എടുക്കുമ്പോൾ ഇത് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ഒരു നല്ലൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാകും. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമ്മൾ ആ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അവിൽ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അളവിൽ ചേർത്ത് കൊടുക്കാം. അവിൽ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആ ഒരു നമ്മൾ പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, പാലും പഴവും ചേർത്തിട്ടുള്ള ഒരു മിക്സ് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കടിക്കാൻ കിട്ടും ഇത് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് അങ്ങനെ കുതിരാനൊന്നും മാറ്റി വെക്കുന്നില്ല. ഇത് ഉണ്ടാക്കിയിട്ട് ഈ ഒരു സമയത്തിന് നമ്മൾ കഴിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അവിലും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുടിക്കുമ്പോൾ അവിലൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ല തണുത്ത പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കിത് കഴിക്കാം. ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ആ ഒരു അവിൽ കുതിർന്നു പോകും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ നല്ല തണുത്ത പാൽ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിൽ അവിൽ ചേർത്തുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് വിശക്കൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല, അവിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാലിലൊക്കെ ചേർത്ത് കുതിർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ ഇത് കുറച്ച് ഒന്ന് കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ചും കൂടിയും തണുത്ത പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അതുപോലെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്താലും മതി. അപ്പോൾ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്